സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം കളറാണ് എന്നൊരു സൗന്ദര്യത്തിന് കളറുണ്ടോ നോക്കി കണ്ടു നിന്നാ തനിക്ക് നല്ലത്. ഈ സ്ഥലം അത്ര ശരിയല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ചാനലുകളിൽ നിന്ന് എല്ലാ മീഡിയക്കാരും പുറത്തോട്ട് വിടുന്ന മൈക്ക് കൊടുത്ത് വിടുന്ന നല്ല സുന്ദരി കുട്ടികൾ ഇല്ലാന്നേ ഞാൻ പറയുള്ളൂ. അപ്പോഴോ കണ്ടോ ഇപ്പോഴും ഇവർക്ക് നേരം എടുത്തിട്ടില്ല. എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ നല്ല സുന്ദരി സുന്ദരി പെൺകുട്ടികളെല്ലാം പറ്റില്ല. അല്ല, ഞാൻ കണ്ടിട്ടുള്ളത് വായിലെ നാക്കിനല്പം നീളം കൂടുതലുണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്ന് കരുതരുത്. നിന്റെ കൊള്ളരുതാത്ത ഏക അവയവം നാക്കാ. സൗന്ദര്യം എന്ന് പറയുന്നതിന് ഒരു തർക്ക വിഷയമാണ്. കാരണം ഓരോരുത്തരുടെയും പറഞ്ഞു കേട്ടെടുത്തോളം തന്നിഷ്ടക്കാരിയും അഹങ്കാരിയുമായ അവളെ 4 തെറി പറഞ്ഞില്ലെങ്കിൽ ഈ സാഗർ കോട്ടപ്പുറത്തിന് ഉറക്കം വരില്ല. നീ ആരാന്നാ നിന്റെ വിചാരം? ഈ അഹങ്കാരമൊക്കെ അങ്ങ് കോഴിപ്പള്ളിയിൽ വെച്ചിട്ട് വന്നാ മതി കേട്ടോ. ഒരു 10-60-70 പേരോളം എന്റെ വീട്ടിൽ ഇടിച്ചു കയറി വന്നാൽ ആരും അതിനകത്തില്ല. ഒന്ന് തേച്ചരിച്ച് കുളിച്ചാ പോകാവുന്ന അഴുക്കേ ഉള്ളൂ. പക്ഷെ തന്റെയൊക്കെ മനസ്സിലുള്ള ഈ ചേറുണ്ടല്ലോ, 7 ജന്മം ലോകത്തുള്ള സകല സോപ്പിട്ട് കുളിച്ചാലും പോവില്ല. കറുപ്പിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ നേരത്തെയും പറഞ്ഞു. ഇയാള് കണ്ടു കഴിഞ്ഞാല് അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല, ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. എപ്പോഴെങ്കിലും വീട്ടിൽ തനിച്ചിരുന്നപ്പോ ഇത് വേണ്ടിയിരുന്നില്ല, ഞാൻ പറയണ്ടായിരുന്നു എന്ന് തോന്നിയോ? അതെങ്ങനെ തോന്നും? ഇത് ഞങ്ങൾ ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല ബെൻസേ. എനിക്ക് നല്ലൊരു പരസ്യമില്ല. ഇപ്പൊ ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം. ഇപ്പൊ എവിടെ ചെന്നാലും എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്റെ ഈ 2 മൂക്കും പിന്നെ തെണ്ടിയൊന്നും നാറിയൊന്നും മുന്നിൽ ചേർക്കാതെ ഒരു മനുഷ്യൻ പോലും മുതലാളിയുടെ പേര് പറഞ്ഞില്ലാന്നേ. ഇപ്പോ സത്യം പറഞ്ഞാല് വിശ്വസിക്കൂല എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ സൗദിയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, പല സ്റ്റേറ്റിൽ നിന്നും പേര് കേട്ട വ്യക്തിയല്ലേ, ആരും അറിയില്ല, ഇയാളുടെ പേരെങ്കിൽ പുറത്താ എന്ന് വെച്ച് അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. അല്ലെങ്കിൽ എറണാകുളത്തുനിന്ന്, അവിടെ നിന്ന് പല ദിക്കിന്ന് എന്നെ ഓരോരുത്തർ വിളിച്ചിട്ട് പറയണ എന്താ അറിയോ, ടീച്ചർ ഞങ്ങൾ ടീച്ചറിനെ ശരിക്കും പറഞ്ഞ തെറ്റിദ്ധരിച്ചു. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് എന്റെ കഴിവിനെ. പലരും എന്തോ പറഞ്ഞറിയോ, അവരിനി തീർന്ന് പാലായിന്ന് കൊച്ചിക്ക് വരുമ്പോഴേ ഈ പ്രവാറിന്റെ ഒരു പുണ്ണാക്കും ഇല്ലായിരുന്നു. എനിക്കറിയാം എങ്ങനെ ഉണ്ടാക്കണം. തീർന്നിട്ടില്ല. ഞാൻ ചേട്ടാ കുടഞ്ഞെഴുന്നേറ്റ് ഞാൻ എഴുന്നേറ്റ് ഇത് കുരുട്ടുബുദ്ധിയുടെയും പൊങ്ങച്ചത്തിന്റെ ലോകമാണ്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ ഒന്ന് ആവണം. ആൾക്കാർക്ക് മനസ്സിലായി ഞാൻ അങ്ങനെ പുറകോട്ട് പോവില്ല എന്നുള്ളത് ഒന്ന്. പിന്നെ കുറെ പറഞ്ഞു എന്താ അറിയോ, അവർക്ക് എനിക്ക് കഴിവില്ല എന്ന് ഒരു കലാകാരൻ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. മിന്നണ സാരി എടുത്തോണ്ടോ മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. അവർക്ക് കഴിവില്ല, അവരിനി ഒന്നുമല്ലാതെ ഒന്നുമല്ലാതെ പോയിട്ടില്ല. ഞാൻ പുറത്തോട്ടും ഇങ്ങോട്ട് വന്നില്ലേ. ഇപ്പോ ഇനി കുറേയും കൂടെ സജീവമാവും. എന്ത് കുഴപ്പം? നമ്മൾ തോറ്റു നിൽക്കുന്ന സമയത്ത് ഈ ഈഗോയും ദുരഭിമാനവും ഒക്കെ മടക്കി പോക്കറ്റ് വെക്കുന്നതാണ് നല്ലത്.